ഹലോ ഗൈസ്, അങ്ങനെ എമ്പുരാന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബുക്ക് മൈ ഷോ ബുക്ക് മൈ ഷോയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാരണം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ബുക്ക് മൈ ഷോ സത്യത്തിൽ 9:05 ആയപ്പം ക്രാഷായി. ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പല കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത്, പല മെസ്സേജുകളാണ്, പല കോളുകളാണ് വന്നത്. എന്താണ് കാരണം? ക്രാഷായി. കാരണം സെർവർ ഡൗൺ ആയി. കാരണം ഏകദേശം 350 പരം ഇൻട്രസ്റ്റ്, 350K അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ബുക്ക് മൈ ഷോയിൽ. അപ്പൊ എല്ലാരും കൂടെ ഒറ്റയടിക്ക് ബുക്ക് ചെയ്യാൻ നോക്കി. അതാണ് സംഭവിച്ചത്. എനിക്ക് ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നത് സുരഭി, ചാലക്കുടിയിലെ സുരഭി അല്ലെങ്കിൽ കെ സിനിമാസ് ചെറായി, അവിടെ പോയി കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഫാൻ ഷോ. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി, ഫാൻ ഷോ ആരെങ്കിലും ടിക്കറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിച്ചു. പക്ഷെ ഏകദേശം എല്ലായിടത്തും ഫുള്ളായിരുന്നു. അപ്പോഴാണ് നമ്മുടെ എമ്പുരാന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്ന സേതു അടൂർ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛനാണ് ജിഷ്ണുവിന്റെ അച്ഛൻ വഴി, അതായത് സേതു ചേട്ടൻ, സേതു അടൂർ എന്നാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് എമ്പുരാന്റെ. പുള്ളിക്കാരൻ വഴി ഞങ്ങൾക്ക് ചാലക്കുടിയിലെ സുമേഷ് എന്നൊരാൾ വഴി ഞങ്ങൾക്ക് 3 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 6 മണിക്ക് രാവിലെ തന്നെ കാണും. അപ്പം സേതു ചേട്ടന് നന്ദി. കാരണം ബുക്ക് മൈ ഷോയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചേട്ടന് നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം സുരഭിയിലൊന്നും എന്തായാലും 6 മണിക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. ചാലക്കുടിയിലെ ഫേമസ് ഫാൻ ഷോ നടത്തുന്ന ഒരു തിയേറ്ററാണ്. അപ്പം അവിടെ തന്നെ പോയി കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് അവിടെ തന്നെ ട്രൈ ചെയ്തത്. അപ്പം താങ്ക് യു സേതു ചേട്ടാ, പിന്നെ താങ്ക് യു ജിഷ്ണു. ഇപ്പൊ നമുക്ക് എംബ്രാന്റെ വിശേഷങ്ങൾ ബാക്കി ഒത്തിരി ഉണ്ട് പറയാൻ. കാരണം റെക്കോർഡുകളെല്ലാം തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പെർ അവർ 96K ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. സോ ലിയോ പ്രീസെയിൽ മറികടക്കുമ്പോൾ നമുക്ക് കാണാം, കണ്ടു തന്നെ അറിയാം. ബട്ട് എനിവേ, ഫാൻ ഷോയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടിരിക്കും, സിനിമ കണ്ടിരിക്കും. കാരണം ഈ സിനിമ ഒരു ബെഞ്ച് മാർക്കാണ്. നമ്മൾ ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾ കാണേണ്ടത്, അതും ഫാൻസിന്റെ ഇടയിൽ വെച്ച്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരു ടിക്കറ്റും കൂടെ എനിക്ക് ബുക്ക് ചെയ്യണം. അത് എന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം 2 ദിവസത്തേക്ക് ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല തിയേറ്ററിൽ പോയി കാണുമല്ലോ. 2 ദിവസത്തേക്ക് ഏകദേശം എല്ലാ തിയേറ്ററിലും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എക്സ്പീരിയൻസ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. സോ ഇത്രയുള്ളൂ എനിക്ക് പറയാൻ. മാർച്ച് 27 നമുക്ക് കാണാം.